ഡെലിവറി കഴിഞ്ഞവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജീരകപ്പൊടിയുടെ വീഡിയോ ആണ്. മുലപ്പാൽ കുറവുള്ള അമ്മമാർക്ക് വളരെ ഉപകാരപ്രദമാകും കേട്ടോ ഈ വീഡിയോ. അതിനായിട്ട് ഞാൻ 250 ഗ്രാം ചെറിയ ജീരകം കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു കവർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മിൽമ പാലാണ് എടുത്തിട്ടുള്ളത്. പശുവും പാൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 2 or 3 ഗ്ലാസ് പശുവും പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ജീരകം ഈ പാലിൽ വേണം വെന്ത് വരാൻ. അതിനുശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 3 ദിവസം 7 ദിവസമോ പുഴുങ്ങിയെടുക്കുക. വെയിലുള്ളതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വെയിലുണ്ടെങ്കിൽ നമുക്ക് 7 ദിവസം വരെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാവേ. മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയോ കൽക്കണ്ടമോ ചേർത്ത് കൊടുക്കാം. ഞാൻ കൽക്കണ്ടമാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇട്ട് അതിലേക്ക് മിൽമ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബദവും അണ്ടിപ്പരിപ്പും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഈത്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് അലിഞ്ഞ ഈത്തപ്പഴം എടുക്കരുത് കേട്ടോ. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ജീരകപ്പൊടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവേ. ഇനി ഇങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ജീരകപ്പൊടി നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചില്ലേ, അത് നമുക്ക് 1 ഗ്ലാസ് പാലിൽ 1 സ്പൂൺ പൊടിയിട്ട് കലക്കി കുടിക്കാം. അതല്ലാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാലിൻ്റെ കൂടെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.